ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനൊരു ട്രാവലറാണ്. അതായത് ഞാൻ ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലോട്ട് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തോട്ടേയിരിക്കും. എൻ്റെ ലൈഫ് അങ്ങനത്തെ ഒരു റൊട്ടീനിലാണ് പോണത്. അതായത് ഞാൻ ഇങ്ങനെ ട്രാവലിംഗ് ആയിരിക്കും എപ്പോഴും. എന്തോന്നു ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലോട്ട്. അങ്ങനെ കഴിഞ്ഞൊരു വീക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറേ റിയലൈസേഷൻസ് ഉണ്ടായ ഒരു വീക്കായിരുന്നു. ഞാൻ മെൻ്റലി തകർന്നിരുന്ന ഒരു വീക്കും കൂടിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ എൻ്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇത്രയും നാൾ, അതായത് ഇന്നലെ വരെയുള്ള എൻ്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ ലൈഫ് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഞാൻ ലൈഫിനെ കൺട്രോൾ ചെയ്യാം. എൻ്റെ ലൈഫിൽ എന്തായാലും വേറെ ആരും വന്ന് എന്നെ ഓക്കെ ആക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്നോ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ ആരും ഇല്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ഞാൻ തന്നെ അങ്ങ് ജീവിച്ചു തുടങ്ങാം. അപ്പോൾ എൻ്റെ കുറച്ച് ഹാർഡസ്റ്റ് ഡേയ്സിന് ശേഷം എൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്നലെ തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് എൻ്റെ ലൈഫിൽ തെറ്റിക്കിടന്ന കാര്യങ്ങൾ ഞാൻ എഴുതി ഇന്നത്തേക്കൊരു റൊട്ടീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് മുതൽ ഞാൻ രാവിലെ 6:30-ക്ക് എണീക്കണമെന്നാണ് വിചാരിക്കണത്. കാരണം 6:30-ക്ക് എണീക്കണമെന്ന് എനിക്കുള്ളപ്പം ഞാൻ എന്ത് ചെയ്യും, നേരത്തെ കിടന്ന് ഉറങ്ങും. പിന്നെ ഒരു ടാസ്ക് ഉള്ളതെന്ന് വെച്ചാൽ ഒരു 10:30-ക്കെങ്കിലും കിടന്ന് ഉറങ്ങണം രാത്രി. പക്ഷേ അമ്മയെ വിളിക്കാൻ പോണത് 10:30 കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അമ്മയെ വിളിച്ചുകൊണ്ടൊക്കെ വരുമ്പോൾ എറൗണ്ട് എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ടില്ലേ രാവിലേക്ക് ഇങ്ങനെ ഉറക്കം. ഇന്നാണെങ്കിൽ ഞാൻ ഇപ്പം 6:30 ആയിട്ടില്ല കേട്ടോ, 6:15 കണ്ടോ കഴിഞ്ഞേ ഉള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ്. നമ്മൾ പണ്ട് എവിടെയെങ്കിലും ടൂറൊക്കെ പോകാൻ നേരത്തില്ലേ നമ്മൾ രാവിലെ എണീക്കത്തില്ലേ, അത് കണക്ക് ഞാൻ ചാടി എണീറ്റ് അലാറമൊക്കെ അടിക്കുന്നതിന് മുന്നേ. ചിലപ്പോൾ ഇപ്പം മിക്കവാറും അലാറം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് രാവിലെ 6:30 ആകുമ്പോൾ അങ്ങ് ഉറക്കം എഴുന്നേറ്റ് അങ്ങ് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ഒന്ന് സെൽഫ് കെയർ ഒക്കെ ആവാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അലാറം ഉടനെ അടിക്കുമെന്ന്. അങ്ങനെ 6:30 ആയിട്ടുണ്ട്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 6:30-ക്ക് ഉറക്കം തീരുമാനിച്ച് ഞാൻ 6 മണിക്ക് എണീറ്റ് വിത്തൗട്ട് അലാറം. ഒരു മിനിറ്റ്, ഈ സാധനം ഒന്ന് പോയിക്കോട്ടെ. സാധനം പോയാൽ നിനക്ക് സാധനത്തിൻ്റെയോടെ സംസാരിക്കും. യാതൊരു സാധനങ്ങളും മെനക്കെട്ട് കിടക്കണം. കൊച്ചു കൊടുപ്പുണ്ട്. സാധനം പോയി. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കം വരാറില്ല രാത്രി. ഉറക്കം ഇൻ കേസ് ഞാൻ കടിച്ചു പിടിച്ച് കിടന്ന് ഉറങ്ങിയാലും എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കാണും. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കേർഡായിട്ടുള്ള വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് ഞാൻ ഞെട്ടി ഉണർന്നിരിക്കും. ഞങ്ങൾ അലറിയൊക്കെ വിളിക്കും. ഈയിടെ എൻ്റെ അമ്മ പറയും ഞാൻ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ ഇംഗ്ലീഷ് മറ്റേ മതാമാണെന്ന് പറയണ കണക്ക് ഞാൻ ഇംഗ്ലീഷിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ച് ഞാനതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. എനിക്ക് അവരുടെ എൻ്റെ അവസ്ഥയിൽ കൂടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ഞാൻ കിടന്ന ആൾക്കാരുടെ പേരൊക്കെ വിളിച്ച് പറഞ്ഞു, ഓരോരുത്തരെയും പേരൊക്കെ വിളിച്ച് പറഞ്ഞു ഞാനിവിടെ കിടന്ന് ഉറക്കത്തിൽ കിടന്ന് ബഹളമാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറിക്കൊണ്ടിരിക്കണേ. ഞാൻ ഇതാണ് അരിയെന്നും പറഞ്ഞ ഒരു കാര്യം പറയാൻ പൊരിയെന്നും പറഞ്ഞ് നിർത്തും. അതെന്താണെന്ന് എനിക്ക് അവിടെ എൻ്റെ അമ്മ ഇങ്ങനെ തന്നെ. അതായത് ഒരു കാര്യം പറഞ്ഞ് തുടങ്ങിയ, അതായത് ഇവിടെ തിരുവനന്തപുരത്ത് കാര്യം പറഞ്ഞു തുടങ്ങിയ കാസർഗോഡ് പോയി നിൽക്കത്തുള്ളൂ. ഒരു ബന്ധവും കാണത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ അങ്ങനെയാണ് കാര്യം പറയണത്. എന്നോട് പറയും നീ ഇതല്ലല്ലോ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറയാം ശരിയാണല്ലേ, പറഞ്ഞു വന്ന കാര്യം പറയാം. ഇങ്ങനെയുള്ളവരോടെയാണ് ഞാൻ ജീവിക്കണം. അപ്പം എങ്ങനെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കും? നല്ല വിളിച്ച് പറയാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്കങ്ങനെ അത്രയും ഏണിങ്സ്. അപ്പം പക്ഷേ നമുക്ക് പിള്ളേരെ കാര്യം വിചാരിച്ചു ഇതാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ
നമ്മൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താൽ പോലും ഇവിടെ ഉള്ള മനുഷ്യർ അതിനെ സമ്മതിക്കത്തില്ല. അവരെയും കുറ്റം പറയാൻ വിടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വീട് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീടാണ്. അപ്പം നമ്മളിവിടെ അധികപ്പറ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്തോളാം നിൽക്കാം. വല്ലവരും വായിരിക്കുന്ന കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ. അതൊക്കെ എനിക്കിപ്പോൾ പക്ഷേ ശീലമായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് വയ്ക്കണം. അതാണ് എൻ്റെ ഒരു ഇതൊക്കെ ഞാൻ മറ്റേ നാളെ തന്നെ ഞാൻ ചെയ്യുമെന്നല്ല ഇരുന്ന് പറയണത്. പതിയെ 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 ഇപ്പോൾ ഇന്നൊരു തുടക്കമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉദ്ദേശിച്ച എന്തുവാണെന്ന് നമുക്ക് ടെറസിൽ പോവാതാണ് നല്ലത്. ഇതൊക്കെയാണ് എൻ്റെ പെൻ്റെ അടുത്ത് ഓക്കെ ആക്കി വയ്ക്കണ ആൾക്കാർ. யார் பழியோ யார் பிழையோ யார் பெத்த കൺമൊഴിയോ. ഈ കൊതുകിനെ എനിക്ക് നോയിക്കോ. രാത്രിയായാലും രാവിലെ ആയാലും മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂല. മുതുക്ക് കൊതുകള് എത്ര ഉണ്ടെന്ന് ഇത്ര ഉണ്ട്. എവരെ വിചാരിക്കണം ഞാൻ ആരെയും വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കണം. അതാണ്. അയ്യോ എനിക്ക് വയ്യ. ഇവിടെ ഫോൺ കോൾ ചെയ്യാൻ പോലും അല്ല, അപ്പോഴാണ് ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ. മനുഷ്യൻ ഉറങ്ങണ്ടേ? നിനക്കൊക്കെ ഉറക്കമില്ലെന്നും പറഞ്ഞു ഒന്ന് വാടക്കോ. ഉള്ള മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ വെളുപ്പിന് അലാറം വെച്ച് എണീറ്റിരിക്കണം. നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. 2 മിനിറ്റ് എന്റെ ശല്യം ഉണ്ടാവും. 2 മിനിറ്റ് 2 മിനിറ്റ് അത് 2 മിനിറ്റ് കഴിയുമ്പോ ഞാൻ മാറത്തും. ഞാൻ താ പോണം. നിങ്ങള് മാറിയൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഇന്ന് 6:30 ഉറക്കം എഴുന്നേറ്റു. അപ്പൊ നമ്മൾ ടിക്കിടുക, വേക്കപ്പ്, വെള്ളം കുടിച്ചു. ഇനി ബെഡ് നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ വിചാരിക്കുന്ന ഇന്ന് എൻ്റെ പില്ലോ കവറും ബെഡ്ഷീറ്റും അലക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. അലക്കണ്ടെന്ന് നിങ്ങളൊന്ന് മിണ്ടായിരിക്കും അമ്മമ്മ. രാവിലെ എന്നെ പ്രാന്ത് പിടിപ്പിക്കാതെ. ഭയങ്കര ഫണ്ണെന്നാണ് വിചാരം. യാർ പഴിയോ യാർ പിഴയോ യാർ പെത്ത കൺമൊഴി. എനിക്കൊരു മറ്റേ നമുക്ക് ടെറസിൽ പോകാതാണെന്ന് അറിയാം. അല്ലെങ്കിൽ ഞാൻ മിണ്ടാം. യാർ പഴിയോ യാർ പിഴയോ ഓളം തുള്ളും കായൽ. ഞാൻ പോവാൻ. രാവിലെ നേരം വെളുക്കട്ടെ എന്നിട്ട് പോവാ. വൈറ്റമിൻ ഡി. ഓക്കെ. അപ്പൊ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേച്ചാൽ ഇങ്ങനെ കുറെ നമുക്ക് ഒന്നുമില്ല. എൻ്റെ ഫോണിന്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിക്കോട്ടെ. അടിച്ചു പോയാ. ഹലോ മമ്മി, ഗുഡ് മോർണിംഗ്. കാണുന്നില്ലല്ലോ. എന്താ? കണ്ട് ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോകത്തുള്ളൂ. രാവിലെ പോണെന്ന് വെച്ചാ ഇനിയിപ്പോ വേണ്ട. എന്തുവാ? അത് ഞാൻ പോണ വഴിക്ക് പെട്രോൾ അടിക്കാം. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാവേ. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അങ്ങേരുണ്ടല്ലോ, മഞ്ഞ വെളിച്ചം കണ്ണിലേക്ക് അടിക്കുന്നു, യേശു ക്രിസ്തു ഇതാ എഴുതുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടവരെ ഒരു ചേട്ടൻ ഉണ്ടല്ലോ. അയാൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഗാന്ധി തലയാണിത്. അപ്പോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഗാന്ധിജി ആരാ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് കണക്ക് എനിക്ക് ഇവിടെ നമ്മളിപ്പം ലൈക്ക് ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുമ്പോ ഇല്ല, എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സമാധാനത്തിലൊക്കെ എനിക്ക് രാവിലെ ഉറക്കം എണീക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. കാരണം അവരൊക്കെ ജീവിച്ച പോലത്തെ സിറ്റുവേഷൻ ഒന്നും അല്ല ഇപ്പം നമുക്ക് ഉള്ളത്. ഇപ്പം ഞാനിപ്പം
എല്ലാവരെയും ഞാൻ പറയാം, എല്ലാവരെയും ഞാൻ കൺസിഡർ ചെയ്ത് പറയാം. കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് ജീവിച്ച ആൾക്കാരാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷനോ അല്ലെങ്കിൽ ഈ PCOD അല്ലെങ്കിൽ മൈഗ്രെയിനോ അതൊന്നും അവർക്ക് അറിയത്തുമില്ല അതൊക്കെ എന്തുവാണെന്ന്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവരവരെ തന്നെ നോക്കണം. അപ്പൊ ഞാൻ ഈ കാക്കയ്ക്ക് എന്തോന്ന് രാവിലെ പോകട്ടെ ഗസ് റോളാ എൻ്റെ വീഡിയോയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നവനാ, ഞാൻ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജീവിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഞാൻ ഓക്കെ അല്ല. എന്നിട്ടും ഞാൻ ഹാർഡായിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് പോവാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സമാധാനത്തോടെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം എനിക്ക് നാളെ പോയിട്ട് എനിക്ക് വേറൊരിടത്ത് വീട് വാങ്ങിക്കാനോ സ്ഥലം മേടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് മാറാനോ ഉള്ള മാനസികാവസ്ഥ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാറാം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അപ്പം എനിക്ക് എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു 2 നില വീടിൻ്റെ ഒരു മുകളിലത്തെ നിലയായാലും മതി, അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് താമസിക്കണം. അതായത് എനിക്ക് ആരെയും മീൻസ് എന്നെ ആരും ശല്യപ്പെടുത്താൻ അല്ല, എനിക്ക് ആരെയും ശല്യപ്പെടുത്തണ്ട. അതായത് എൻ്റെ സ്വഭാവം എനിക്കറിയാം. അതായത് ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം എന്നെ സ്നേഹിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണത് ഒറ്റപ്പെടലാണ്. എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് എനിക്ക് എൻ്റേതായ ഒരു വേൾഡ് ഉണ്ട്. അതായത് എനിക്കത് ഞാൻ ഈ പറയണ ആർക്കെങ്കിലും മനസ്സിലാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് അതായത് ഞാൻ ചിന്തിക്കണ ഒരു രീതി അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് എളുപ്പം ആർക്കും അങ്ങനെ മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരിക്കണം ഒറ്റപ്പെടലുകളാണ്. അതിപ്പം മനുഷ്യന്മാരുടെ അടുത്തുനിന്നാണെങ്കിലും ശരി, ഏതെങ്കിലും സ്ഥലത്തു നിന്നാണെങ്കിലും ശരി, എന്താണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഒറ്റപ്പെടലാണ്. ഇങ്ങനെ ഒറ്റപ്പെടുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ എനിക്കത് വിഷമമായിരുന്നു ഇങ്ങനെ ഒറ്റപ്പെട്ട് പോണത്. അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ആരും ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ എനിക്കറിയാം ആരും ഇല്ലെങ്കിലും എനിക്ക് ഞാനെങ്കിലും ഉണ്ടാവണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു 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 മൈൻഡ് സെറ്റ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്നല്ല, നമ്മളെ എല്ലാവരും ഒന്നും മനസ്സിലാക്കണമെന്നില്ല. അതിന് നമുക്ക് ഒരിക്കലും അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ പോലെ തന്നെ അവർക്കും എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. ചിലപ്പം അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ ഇപ്പം പറയുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് പറയണത്, പക്ഷെ അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല. അങ്ങനെ ഒറ്റപ്പെട്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വേൾഡ് ഉണ്ട് ഇപ്പം. അതായത് അവിടെ എനിക്ക് മാത്രം മനസ്സിലാവണ ഒരു ഭാഷയുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളായാലും വിചാരിക്കും എനിക്ക് മെൻ്റലായിരുന്നു. പക്ഷെ മെൻ്റലൊന്നും അല്ല. അത് എനിക്ക് തോന്നുന്നത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഒറ്റപ്പെട്ടില്ലേ, നമ്മളെ ഓൺ കമ്പനി എൻജോയ് ചെയ്യാൻ തുടങ്ങും. അതായത് സെൽഫ് ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് അതായത് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം, എനിക്ക് ആൾക്കാരെ കാണാതെ ആൾക്കാരുടെ ബഹളം കേൾക്കാതെ ഒന്നും എനിക്ക് പറ്റണില്ല എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ചുറ്റും ആരും ഇല്ലെങ്കിൽ എനിക്ക് അതാണ് സന്തോഷം. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ മുറിയിൽ നിന്ന് എണീറ്റ് ഇവിടെ വന്നത്. എനിക്ക് എൻ്റെ ചുറ്റും ആരും ഇല്ലാതിരിക്കുകയാണ് എനിക്ക് സന്തോഷം. അതാണ് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് എനിക്ക് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ അവർക്കൊരു കോംപ്ലിക്കേഷൻ ആയിരിക്കും, അവരെനിക്കൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയണതിനെക്കാട്ടിലും ഞാൻ അവർക്കൊരു കോംപ്ലിക്കേഷൻ ആയിരിക്കും. അത് എനിക്ക് തന്നെ അറിയാം. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു മഞ്ഞ വെളിച്ച കണ്ണിലേക്ക് അടിക്കുന്നു. അയ്യോ. അപ്പം എൻ്റെ ആ ഒരു അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പം അതേ ഒരു ഫീലോടുകൂടി അത് വേറൊരാൾക്ക് അയാളുടെ ലൈഫിൽ അയാൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പുറത്തെ വീട്ടിൽ അപ്പൂപ്പനയ്ക്ക് നിന്ന് നോക്കണം, ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം കണ്ടിട്ടായിരിക്കും അങ്ങനെ നോക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാത്രം മനസ്സിലാവണ ഒരു ലോകമുണ്ട്. അതായത് എൻ്റേതായിട്ടുള്ളൊരു ലോകം. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് ഒരാളെയും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്കിനി ആരും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. അതായത്
ഇങ്ങനെ സെൽഫ് നോക്കി പോയാൽ മതി. പിന്നെ ഫ്യൂച്ചറിൽ ഇനി ഒരാൾ വരുവാണെങ്കിൽ എൻ്റെ ഈ വേൾഡിലോട്ട്, ഞാൻ അയാളുടെ അടുത്ത് എൻ്റെ പ്രശ്നങ്ങൾ മൊത്തവും പറഞ്ഞിട്ട് അയാൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ അയാളെ അക്സെപ്റ്റ് ചെയ്യും. അതായത് അയാൾ എന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ട, ഞാൻ അയാളെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അയ്യോ ആ സൂര്യൻ പോയപ്പോൾ എൻ്റെ കണ്ണിരട്ടേറി. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായി കാണുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അതായത് ഞാൻ പല സ്ഥലത്തുനിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാറി നിന്ന സമയത്ത് എനിക്ക് ഞാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇപ്പോഴും എനിക്ക് ഞാനുണ്ട്. അപ്പം ആരില്ലെങ്കിലും എനിക്ക് ഞാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്കിപ്പോൾ എന്താണ് വേണ്ടത്? മറ്റേ ഒരാളെ ഡയലോഗില്ലേ, നമുക്കിപ്പോൾ എന്താണ് വേണ്ടത് പറഞ്ഞത്? നമ്മളെ നന്നായിട്ട് നോക്കുന്ന ഒരാൾ, നമ്മളെ കെയർ ചെയ്യുന്ന, നമ്മളെ ലവ് ചെയ്യുന്ന ഒരാൾ. അതിപ്പോൾ എനിക്ക് ഞാൻ ഉണ്ട്. ഞാൻ എന്നെ ലവ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടെന്നുള്ള സാധനങ്ങൾ പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്, എനിക്ക് ഞാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്ക്. ആരും ഇല്ല. ചിരിച്ചോണ്ടൊക്കെ പറയണ കേട്ടാ. ഞാൻ ഭാഗ്യം, ഞാൻ വിചാരിച്ച ഈ വീഡിയോ ഇന്ന് രാവിലെ എടുത്തു തുടങ്ങുമ്പോൾ കരഞ്ഞു മെഴുകുമെന്ന്. പക്ഷെ എന്തോ എൻ്റെ, അപ്പം നിങ്ങൾ വിചാരിക്കണം ഞാൻ മൂണായി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് കരച്ചിൽ വരാത്തത്. ഇതെന്റെ വിജയം, എൻ്റെ മാത്രം വിജയമാണ്. ഓക്കെ. അപ്പോൾ അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? എനിക്കിങ്ങനെ ക്രിയാത്മകമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിൽ പല സ്ഥലത്തും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് പല ആൾക്കാരുടെ അടുത്തുനിന്നാണെങ്കിലും എന്താണെങ്കിലും. അതിപ്പം അവർക്ക് എന്നെ സോറി, എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ട് എൻ്റെ അലാറം ഇങ്ങനെ എന്ന് പറഞ്ഞ് എൻ്റെ അലാറം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, എൻജോയ് എൻജോയ് എൻജാബി. ഇവിടെ ഒന്നും ആരില്ലെന്നല്ല. എൻ്റെ ഈ വീഡിയോ എന്തായാലും എല്ലാവരും കാണുമല്ലോ. എല്ലാം ഞാൻ തന്നെയല്ലേ അല്ലാതെ ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ സംസാരിക്കാൻ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം എനിക്ക് റിപ്ലൈ തരാം. ഓ, ഈ മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു. യേശു ക്രിസ്തു ഇതായിരുന്നല്ലേ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഇത്രയും കാലത്തെ ഒരു സ്ട്രഗിൾ വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഇനി തൊട്ട് ആരെയും മെൻ്റലിയോ ഇമോഷണലിയോ ഒരു രീതിക്കും ഫിനാൻഷ്യലി പോലും ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം എനിക്ക് എന്നെ എങ്ങനെയെങ്കിലും നോക്കി മുന്നോട്ട് പോകണം. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്നെ പാമ്പർ ചെയ്യുക ആരും ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പാമ്പർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ. അപ്പം ഞാനിപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വെള്ളം കുടിച്ചു. ബെഡ് ഞാൻ മടക്കി വെച്ചില്ല, ബിക്കോസ് ഞാനിപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും അലക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം സൂര്യനുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കേരളത്തിൻ്റെ കാര്യമല്ലേ. അപ്പം ഇനി എന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നടക്കുകയോ എന്തെങ്കിലും ചെറിയ വാമപ്പോ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. കാരണം ഞാൻ 2 വീലർ എടുത്തതിന് ശേഷം എനിക്ക് ഒരു എക്സസൈസും ഇല്ല. അതായത് ഞാനാണെങ്കിൽ എന്താ പറയാനാണെങ്കിൽ ഞാൻ ഇപ്പം നടക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പം ഇവിടെ നിന്ന് അടുത്തൊക്കെ ഉള്ള കടയിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ നടന്നു പോകും. പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോൾ വണ്ടിയിലാണ് അധികവും പോണത്, വണ്ടി എടുത്തതിന് ശേഷം. അപ്പം എനിക്ക് ഒരു എക്സസൈസും ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ ബസ്സിൻ്റെ പുറകെ കിടന്ന് ഓടിയൊക്കെ നല്ല എക്സസൈസ് ആയിരുന്നു. ഇപ്പം ആ എക്സസൈസ് പോലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കേ. അല്ലെങ്കിൽ എനിക്കിപ്പം മെയിനായിട്ട് എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമാണ്. അപ്പം അതിനകത്ത് കുറച്ച് വാമപ്പൊക്കെ നമ്മൾ പഠിപ്പിക്കും, കുറച്ച് എക്സസൈസൊക്കെ. അപ്പം ഞാൻ വെച്ചു അതിൽ മുന്നേ പഠിച്ചത് ഒന്ന് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ നോക്കി അതൊന്ന് അങ്ങനെ ഒന്ന് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരാം ഞാൻ. ഓക്കെ, ടാറ്റാ. പണ്ട് അമ്മ എന്നെ ഇട്ടിട്ട് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞതോടുമായിരുന്നു. മറ്റേ ഏത് സിനിമയില് ജയറാമിന്റെയും പിന്നെ മറ്റേ ഉണ്ണപ്പക്രുവിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ, കുഞ്ഞുണ്ണിയെ എന്നെയും കൂടി കൊണ്ടുപോ. അതുപോലെ അമ്മേരെ പുറകെ ഓടുമായിരുന്നു ഞാൻ ബസ് സ്റ്റോപ്പ് വരെ. എന്നിട്ട് താഴെ ഒരു വീട്ടിലൊരു ആന്റി ഉണ്ട് കേട്ടോ, അവരാണ് എന്നെ പിടിച്ചു വെച്ചിരിക്കണത് അമ്മ പോണവരെ. അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമില്ലായിരുന്നു പണ്ട്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ലവ് യു, ബൈ, സീ യു. അപ്പോൾ ഞാൻ മൈക്ക് ഊരി എടുത്തേട്ടാ. ഇതിനകത്ത് വല്ല നോയ്സും വരുമായിരിക്കും. ഞാൻ മൈക്ക് ഊരി കുറച്ച് എക്സസൈസ് ചെയ്യാൻ നമ്മൾ പോയപ്പോൾ അമ്മ അമ്മ ഇറങ്ങുക. അപ്പം ഞാൻ വെച്ചാൽ പിന്നെ അതും കൂടെ വീഡിയോ എടുത്തേക്കും. ഒരു കാര്യം കാണിച്ചാൽ, എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ ടേബിൾ നോക്കണ്ട, അതെൻ്റെ ടേബിളാണ്. അവിടെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കായിരിക്കും.
ഈ ഒരു സൺലൈറ്റ് ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഫീലായി ഇതിങ്ങനെ കാണാൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. വേർത്തങ്ങ് പണ്ടാരടങ്ങി കേട്ടോ ഞാൻ. വയ്യ, തളർന്നു. ഞാൻ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഇവിടെ വെട്ടവും കിട്ടത്തില്ല, അതാ കുഴപ്പം. ഓക്കെ, ഞാൻ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടൊന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് BP ലോ ആവണ ഒരു പ്രശ്നമുണ്ട്. അതായത് എനിക്ക് ബ്ലാങ്ക് ഔട്ട് ആവും ഇടയ്ക്ക്, ഓവറായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ കുറച്ച് മതി എന്ന് വിചാരിച്ചു. എന്നാലും ഞാൻ അത്യാവശ്യം വേർക്കേണ്ടതൊക്കെ ഒന്ന് വേർത്തിട്ടുണ്ട്. ആ, ഞാൻ അപ്പോൾ എന്തായാലും പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് അത് കഴിക്കണം. കഴിച്ചിട്ടൊക്കെ വരാം. ഹലോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് എക്സസൈസ് ഞാൻ ആരും വന്നില്ല, അതെന്റെ സൗണ്ട്. ഞാൻ വീഡിയോയില് ഹലോ എന്ന് പറഞ്ഞ പോട്ടെ, അപ്പൊ പകത്തിരുന്നുണ്ട് ഓ എന്ന് വിളിയായിട്ട്. ഓക്കെ, അപ്പോ ഞാനാണെങ്കിൽ ഒന്ന് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ടയേർഡായി. അങ്ങനെ പോയി നേരെ പല്ല് തേച്ച് കുളിച്ച് നനച്ച് ഫുഡും കഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി. ഒരു ഹായ് പറഞ്ഞോ. മുരടൻ. അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് റെഡി ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, ഒരു വ്ളോഗ് ഐ മീൻ ഒരു ലോങ് വീഡിയോ. എന്തോ നമ്മുടെ ദോഷം കൊണ്ട് എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്, അപ്പൊ ഇല്ല അതിന്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ പോയിട്ട് ഞാൻ ഒന്ന് ഫ്രഷായി വന്നിട്ട് ഇനി ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പോവാണ്. അതായത് കുറെ നാളായിട്ട് ഞാൻ എൻ്റെ ഒരു 2025 ഒന്ന് റിവേഴ്സ് ചെയ്യണം, അതെനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം 2025 എന്ന് പറയുന്ന ഒരു വർഷം എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കത് എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ ജാനുവരി തൊട്ടേ ആലോചിച്ച ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, സംതിങ് അബൌട്ട് 2025. പക്ഷേ ഞാൻ ആ സമയത്തൊന്നും യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് നല്ല രീതിക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് എല്ലാം ഷെയർ ചെയ്യാം ഓക്കെ എന്നുള്ളൊരു സാധനത്തിലോട്ട് എത്തിയത്. അപ്പം എന്താണെങ്കിലും ഞാൻ പോയി ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് കുറച്ചധികം സമയം എടുത്ത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം എനിക്ക് അതിനകത്ത് എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ, ഒരു മൈൻഡ് ഔട്ട് ആയിപ്പോയി ഞാൻ ആ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ. അപ്പം ഞാനിപ്പോൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. മാത്രമല്ല എൻ്റെ ഫോൺ നല്ല ചൂടായിരിക്കുകയാണ്. അപ്പം ഇതിനെ കൊണ്ട് തണുപ്പിച്ചിട്ട് ചാർജിന് വിടണം. എന്നിട്ട് ഞാൻ ഈവനിങ് അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് വരാം. ഞാനങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അവിടെ മാമനാണെങ്കിൽ TV ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് അവിടെ ഒന്ന് ഫിറ്റ് എടുക്കാം. പേടിച്ചു തെര ഒന്നടിച്ചേറും. കിടക്കാനും നോക്കൂല. എന്ത് എന്റെ കാര്യം അത് തന്നെ കഷ്ടം. അയ്യോ പക്ഷെ ആ ഒരു 10-10:30 ആകുമ്പോ ഒരു ഉറക്കം വരും. അപ്പൊ ഉറങ്ങിയത് തന്നെ. പക്ഷെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നേ കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ അപ്പൂപ്പനുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഭയങ്കര വിശപ്പ്. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു പാക്കറ്റ് മാഗി കിടക്കണം, മാഗി ഉണ്ടാക്കി തിന്നാന്ന്. ഞാൻ അപ്പൊ മാഗി കിടക്കണം. മുട്ടയുണ്ട്, പാലില്ല, അത് കട്ടൻ ഇടാം. ഓക്കെ, അപ്പോ ഞാൻ പോയി അതുണ്ടാക്കി തിന്നട്ടെ. എനിക്ക് വിശന്ന് ഇവിടെ നിന്നൊക്കെ ഗുളുഗുളു എന്നൊക്കെ സൗണ്ട് കേൾക്കണം.
ഞാനാണെങ്കിൽ എൻ്റെ വയറ് നിറച്ചു മാഗിയൊക്കെ തിന്നു. എനിക്ക് വയ്യ തിന്ന്. പിന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചു. എൻ്റെ സ്റ്റോറേജ് ഒന്ന് ഫുള്ളായത്, ആരും പേടിക്കണ്ട. അപ്പോൾ ഞാൻ പോയി ഇനി എനിക്ക് ഉച്ചയ്ക്ക് നമ്മളൊരു വീഡിയോ എടുത്തില്ലായിരുന്നു, ആ വീഡിയോ എഡിറ്റ് ചെയ്യണം. ഞാൻ പോയി എഡിറ്റ് ചെയ്യട്ടെ. ഹലോ, ഇന്നലെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തുടങ്ങിയിട്ട് എന്ത് പറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് പോയല്ല. പോയി കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും തന്നെ എന്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായി. അങ്ങനെ ഞാൻ ഫോൺ ചാർജിന് കുത്തിയിട്ടപ്പോഴത്തേക്കും അമ്മയെ വിളിക്കാൻ സമയമായി. അങ്ങനെ ഞാൻ പോയി അമ്മേനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നിട്ട് ഞാൻ നേരെ ഫ്രഷ് ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും അതായത് ഇന്നിപ്പോ ജൂലൈ 7. അപ്പൊ ഇന്ന് മാധവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേക്കും അവന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ വെപ്രാളമായിരുന്നു. അവനെ 12 മണിയാകുമ്പോ വിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു. ഇനി ലൈക്ക് ഞാൻ അങ്ങനെ 12 മണിക്ക് ഞാൻ അങ്ങനെ എല്ലാരെയും ഒന്നും ബർത്ത്ഡേ ഓർത്ത് വെച്ച് ഞാൻ വിഷ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആണെങ്കിൽ ഞാൻ എന്തായാലും 12 മണിയാകുമ്പോൾ ഞാൻ വിഷ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാൻ കോൾ ചെയ്തെങ്കിലും വിഷ് ചെയ്യും. അപ്പൊ എനിക്ക് അങ്ങനെ വിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിന്റെ വെപ്രാളത്തി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അവനെ വിഷ് ചെയ്ത് സ്റ്റോറിയും ഇട്ടിട്ട് ഞാൻ ഡേറ്റ ഓഫ് ചെയ്തിട്ട് ബാക്കി വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. എഡിറ്റ് ചെയ്തിരുന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ ഫോണൊക്കെ വന്ന് മുഖത്തൂടെ വീഴത്തില്ലേ, അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേ രാത്രിയിലത്തെ വീഡിയോ ഒന്നും ഇല്ല. ഞാൻ വീഡിയോ എടുത്തില്ലേ. ഞാൻ ഈ ബർത്ത്ഡേ വിഷിന്റെ ഇടയ്ക്ക് അതങ്ങ് മറന്നുപോയി. സോറി, എന്റെ പ്രയോറിറ്റി അതായിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതിന്റെ പുറകെ ഞാൻ പോയി. ഈ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ വീഡിയോ ഞാനെന്നാ എൻഡ് ചെയ്യട്ടെ. ഇത് എന്റെ ഡേ ഇൻ മൈ ലൈഫിന്റെ ബാക്കിയല്ല കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഇന്നലെയാണ് ഞാൻ എടുത്തത്. ഇന്നിപ്പോ രാവിലെ ആയി. ഐ എം സോറി. ഞാൻ ഇനി ഇങ്ങനത്തെ മണ്ണത്തരം ഒന്നും കാണിക്കത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ വീഡിയോ എടുത്തോണ്ട് മറന്നു പോകുന്ന വീഡിയോയുടെ കാര്യം ആദ്യമായിട്ടാ കേട്ടോ. അതുകൊണ്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണം. അപ്പം എനിവേസ് അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.